അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ വന്നത് എത്രയോ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാമ്പത്തിക പ്രശ്നം. എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമാണ് വിഷയം. ആരുടെ കയ്യിലും പൈസയില്ല, എല്ലാവർക്കും കടങ്ങളാണ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഒരുപാട് പേരും. അപ്പോൾ ആ പണത്തിൻ്റെ ബുദ്ധിമുട്ടില്ലാതിരിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. കാരണം വീടില്ലാത്ത ആളുകളുണ്ട്, പണമില്ലാഞ്ഞിട്ട്. മക്കളെ കെട്ടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പണമില്ലാഞ്ഞിട്ട്. വീട് പണി പൂർത്തിയാകാത്ത ആളുകൾ, വീട് എടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ട്, പണമില്ലാഞ്ഞിട്ട്. വീട്ടിലേക്ക് വഴിയും റോഡുമില്ലാത്ത ആളുകളുണ്ട്, പണം കൊടുത്ത് സ്ഥലം വാങ്ങാൻ കഴിയാഞ്ഞിട്ട്. പഠനം പാതിയിൽ നിർത്തിയ ആളുകളുണ്ട്, തുടർന്ന് പഠിക്കാൻ പൈസ കെട്ടണം, അതിന് പണമില്ലാഞ്ഞിട്ട്. ബിസിനസ്സുകൾ പൊട്ടിപ്പോയ ആളുകളുണ്ട്, അത് വീണ്ടും തുടങ്ങാൻ പണമില്ലാത്ത കാരണം കൊണ്ട് മുട്ടിക്കിടക്കുന്നവർ. ഇങ്ങനെ പല രീതിയിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾ ഞാൻ പറയും പോലെ ചെയ്യണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയാം, നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒന്നും ചൊല്ലിയാൽ പോരാ. ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊരുപാട് ദിവസം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നാലും ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ല. മാസങ്ങളോളം വർഷങ്ങളോളം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ചെറിയൊരു മാറ്റം കിട്ടുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറിപ്പോകാൻ പാടില്ല. അള്ളാഹുവും അവൻ്റെ റസൂലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് വോയിസുകളൊക്കെ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം, മറ്റുള്ള ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴേ നമ്മുടെ കാര്യത്തിലൊരു പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് യാ റസ്സാഖു യാ അല്ലാ. യാ റസ്സാഖു യാ അല്ലാ എന്ന ആ ഇസ്മ ഓരോ മാസത്തിൻ്റെയും 15-ാം രാവ് മുതൽ, അതായത് അറബി മാസത്തിൻ്റെ 15-ാം രാവ് മുതൽ ആ മാസത്തിൻ്റെ അവസാനം വരെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് സഫർ മാസമാണ്. ഇനി വരാനിരിക്കുന്ന റബിയുൽ അവ്വലാണ്. റബിയുൽ അവ്വൽ മാസം 12 കഴിഞ്ഞ് 15 കഴിഞ്ഞ് 15ൻ്റെ അന്നത്തെ രാത്രിയാണ് 16-ാം രാവ്. അന്ന് മുതൽ 15-ാം രാവ് മുതൽ 14ൻ്റെ രാത്രി കഴിഞ്ഞ് 15-ാം രാവ് മുതൽ പിന്നെയുള്ള 15 ദിവസം, ആ 15 ദിവസം അർദ്ധരാത്രിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത്. അർദ്ധരാത്രി എന്ന് പറയുമ്പം ഒരു 1 മണി 2 മണി 2 മണി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് യാ റസ്സാഖു യാ അല്ലാ, യാ റസ്സാഖു യാ അല്ലാ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്ര. ഒരു 313-ൽ കുറയരുത്. 1000 വട്ടം ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ അറബി മാസത്തിൻ്റെ 15-ാം രാവ് മുതൽ 15 ദിവസം 30 വരെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ചൊല്ലിക്കഴിഞ്ഞിട്ട് ദുആ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം പെട്ടെന്ന് കിട്ടും. നമ്മളെ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ആ അള്ളാഹുവിന് ഇസ്മ ചൊല്ലിയതിന് കാരണമായി അള്ളാഹു നമുക്ക് മാറ്റിത്തരും. എന്തെങ്കിലും ഒരു വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു അങ്ങനെ ചെല്ലാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു തആല വീട്ടിത്തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ.
ഐശ്വര്യമുള്ള, സന്തോഷമുള്ള, റാഹത്തുള്ള നല്ല ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അവസാനം ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മളെല്ലാവരെയും ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഈമാനുള്ള മരണവും നൽകട്ടെ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.